പുറത്താക്കി ഇതൊന്നും സംഭവമൊന്നുമില്ല, സാധാരണ പടാന്ന് പ്രതീക്ഷിക്കണ്ട എന്നാക്കി വെച്ച് ട്രെയിലർ കൊണ്ട് ഇറക്കി വെറുപ്പിച്ചു. ഹായ് ഗൈസ്, ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ടീസർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സംശയം അടിച്ചു, ഇതങ്ങ് നേരെയാവാൻ പോകുന്നില്ല, ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടാണ് ഇതൊരു എന്താ പറയുക, ദൃശ്യം 1ന്റെ 2ന്റെ ഒന്നും ഒരു വൈബ് കിട്ടൂല എന്നൊക്കെ ഫീൽ ചെയ്യിപ്പിച്ച് ട്രെയിലർ പഠിപ്പിച്ചു. സാധനം പൊളി സാധനം. നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? എന്റെ പൊന്നോ, കിട്ടിലും ട്രെയിലർ ഗൂസ് ബംസ് അടിച്ചു, അത്ര കിട്ടിലായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം പുതിയ സ്റ്റോറി ആയിട്ടാ വരുന്നത്. അതായത് ലാലേട്ടന് മാത്രം അറിയുന്ന, ജോർജ് കുട്ടിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെല്ലാരും അറിഞ്ഞതിലപ്പുറം, നമ്മളെല്ലാരും അറിഞ്ഞതിലപ്പുറം ജോർജ് കുട്ടിക്ക് മാത്രം അറിയുന്നൊരു സീക്രട്ട് ഉണ്ട്. അപ്പൊ അതിലിപ്പോൾ ആ വക്കീൽ ചോദിക്കുന്നുണ്ട് ജോർജ് കുട്ടിയോട്, ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ആസിഡിന്റെ കാര്യം എന്തേ പറയാത്തേ? അപ്പോൾ ഒരു അച്ഛൻ, അവരുടെ അപ്പൻ ഒരു ക്രിമിനലാണ് തോന്നണ്ടാ വെച്ചിട്ട്, അപ്പോൾ എന്തോ ഒരു കാര്യം എല്ലാവരും എടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജോർജ് കുട്ടീനെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ട്. ജോർജ് കുട്ടി ഇതിൽ ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരോ പുറകിലുണ്ട്. അതിൻ്റെ ഹെവി ത്രില്ലർ സാധനമായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദൃശ്യം 2 നമ്മൾ കണ്ടില്ല, ഒരു സമയം കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ജോർജ് കുട്ടിയുടെ ഒരു ബ്രില്യൻസ് മാത്രമേ ഉള്ളൂ പടം. ആ ഒരു ലെവൽ സാധനം ഇതിലുണ്ട് എന്നൊക്കെ തോന്നുന്നു. പുള്ളിക്കാരൻ്റെ എന്തോ ഒരു സാധനം പുള്ളി ഹൈഡ് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട്. പക്ഷെ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അറിഞ്ഞ ഒരാൾ പുള്ളിയെ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. കിടിലം സ്റ്റോറി. അപ്പോൾ അതെന്താണെന്ന് കാണാനുള്ള വെയിറ്റിംഗ് ആയി. ഒന്ന് താഴോട്ട് പോയി പൊങ്ങി വരുക, ആ പരിപാടിയിലാണ് ടീസറും ട്രെയിലറും വന്നിട്ടുള്ളത്. കൂടെയുള്ള ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല, വക്കീലിന് ആണ് ഏതാണ്ടൊരു ഐഡിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവം? ലാലേട്ടൻ്റെ ഫുള്ളി ഓൺ ഫോമിൽ, അത് നിങ്ങൾ പാട്രിയോട്ടിലും അതെ, ഫുള്ളി ഒരു എന്താ പറയുക, ഫുൾ എനർജറ്റിക് ആയ ഒരു പീരീഡാണ് അത്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലൈറ്റ്, അതിൻ്റെ ഒരു തെളിച്ചം, അതിൻ്റെ ഒരു വിസ്മയം ലാലേട്ടൻ്റെ മുഖത്ത് ഇപ്പം ആ നോട്ടത്തിലും ആ എന്താ പറയുക, കുഴിച്ചതിനടുക്ക് നിൽക്കുന്നതിലും എല്ലാത്തിലും നമുക്കൊരു പടത്തിലോട്ട് നമ്മൾ കയറി. മെയ് 21 റിലീസ് ചെയ്യുന്നത്. ഇത് ജിത്തു ജോസഫ് നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തൂല എന്നുള്ള പ്രതീക്ഷയാണ് ട്രെയിലർ വരുന്നത്. പിന്നെ ലാലേട്ടൻ ഓൾവേസ് നിരാശപ്പെടുത്തൂല, അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് പുള്ളി പോകുന്നത്. അപ്പോൾ ഇത് എന്തായിരിക്കും കഥ, എന്തായിരിക്കും എൻ്റെ സ്റ്റോറി, നമ്മൾ ത്രില്ലടിപ്പിക്കാൻ എങ്ങനെയാണ് ഇവർ വരുന്നത്? കാണാം, ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. കിട്ടിലും ട്രെയിലർ. പോലീസുകാരും പത്രക്കാരും കൂടെയുള്ളത്, കൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുറകെ നടക്കുന്നത്. എന്നാലും പിടി കൊടുക്കാതെ ജോർജ് കുട്ടീനെ കുറിച്ച് അറിയാൻ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കാത്തിക്കുന്നില്ലേ? എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ? ലാലേട്ടൻ ഏത് ലെവലായിരിക്കും? എങ്ങനെയുണ്ട് ട്രെയിലർ?
പൊളിക്കൂലേ? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ഹൈപ്പ്. വേഗാവട്ടെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.